ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്നാണ് നമ്മുടെ മലയാള പരിഭാഷ. പക്ഷെ മറ്റു ഭാഷാന്തരങ്ങളിൽ ലോകത്തെ സ്നേഹിച്ചെന്നല്ല, ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചെന്നാണ്. അതുകൊണ്ട് ആ വാക്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നാനാവശങ്ങൾ ഈ നാടിനോടൊന്ന് പങ്കുവെച്ച് എൻ്റെ വാക്കുകൾ നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നിത്യസ്നേഹമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാമത്തെ വാക്യം. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി എന്നോട് അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദയ ഞാൻ നിനക്ക് ദീർഘമാക്കിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നിത്യസ്നേഹമാണ്. നിത്യസ്നേഹം എന്ത് എന്ന് നാം അറിയണമെങ്കിൽ നിത്യത എന്തെന്നറിയണം. നിത്യത എന്ന് പറയുന്നത് ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമാണ്. ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമായ നിത്യതയെ വിശുദ്ധ വേദപുസ്തകം പഠന സൗകര്യാർത്ഥം 2ആയി തരംതിരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ നിത്യതയ്ക്ക് നമുക്ക് പൂർവകാല നിത്യത എന്ന് പേര് കൊടുക്കാം. രണ്ടാമത്തെ നിത്യതയ്ക്ക് നമുക്ക് വരുംകാല നിത്യത എന്ന് പേര് കൊടുക്കാം. എന്താണ് പൂർവകാല നിത്യത? പൂർവകാല നിത്യതയ്ക്ക് ഒരാരംഭമില്ല, എന്നാൽ അതിനൊരവസാനമുണ്ട്. എന്താണ് വരുംകാല നിത്യത? വരുംകാല നിത്യതയ്ക്ക് അവസാനമില്ല, എന്നാൽ അതിനൊരാരംഭമുണ്ട്. ആരംഭമില്ലാത്തതും അവസാനമുള്ളതും അവസാനമില്ലാത്തതും ആരംഭമുള്ളതുമായ പൂർവകാല നിത്യതയ്ക്കും വരുംകാല നിത്യതയ്ക്കും ഇടയ്ക്കുള്ള പീരിയഡിന് പറയുന്ന പേരാണ് സമയം. ആ സമയത്തിന്റെ ആരംഭമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ദൈവത്തിന്റെ ആദിയല്ല, സമയത്തിന്റെ ആദിയാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്തിന് മുമ്പുള്ള പീരിയഡിന് പറയുന്ന പേരാണ് അനാദി. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പാടുന്നത്, കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുൻപ് അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവം സ്വയംഭൂവായ ദൈവമല്ല. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ആരും ഉളവാക്കാതെ സ്വയം ഉളവായവനെന്ന. അങ്ങനെ സ്വയം ഉളവായവൻ എന്ന് വന്നാൽ ആ ദൈവത്തിനൊരാരംഭമുണ്ടെന്ന് വരും. ആരും ഉളവാക്കിയില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവം സ്വയംഭൂവായ ദൈവമല്ല, സ്വയം സ്ഥിതനായ ദൈവമാണ്. ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത, ഗതിഭേദത്താലൊട്ട് ആച്ഛാദനമില്ലാത്ത സ്വയം സ്ഥിതനായ ദൈവത്തെ ഇന്ന് രാത്രി അബ്ബാ പിതാവേ എന്ന് വിളിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ ദൈവം കൃപ തന്നതിൽ ദൈവത്തോട് നന്ദി പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്? അവരുടെ കരങ്ങൾ ഞാനൊന്ന് കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണെന്നാണ്. അത് ഗ്രാമീണ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഒന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്ത മകൻ. എൻ്റെ മാതാപിതാക്കളുടെ മൂത്ത മകൻ ഞാനാണ്. 3 സഹോദരങ്ങൾ എനിക്ക് ശേഷമുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ ആരാണ് ആദ്യം സ്നേഹിച്ചത്? എന്നെ ആരാണ് ആദ്യം സ്നേഹിച്ചത് എന്ന ചോദ്യത്തിന് മാനുഷികമായ എൻ്റെ മറുപടി എൻ്റെ അമ്മയാണെന്നാണ്.
എൻ്റെ അമ്മ എപ്പോഴാണ് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ, എൻ്റെ അമ്മ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അതിന്റെ പ്രതിഫലനമല്ലേ എന്ത് സൂക്ഷിച്ച് അമ്മ ജീവിച്ചത്? അമ്മ ഛർദ്ദിച്ചതിന് കയ്യും കണക്കുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള എത്ര ആഹാരം അമ്മ വേണ്ടെന്ന് വെച്ചു? എന്ത് ത്യാഗോജ്വലമായ ഒരു ജീവിതമാണ് അമ്മ നയിച്ചത്? എന്ത് വേദന നിന്നാണ് എന്നെ പ്രസവിച്ചത്? അതെന്നോടുള്ള എൻ്റെ അമ്മയുടെ സ്നേഹത്തിന്റെ ആധിക്യമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ മാതാപിതാക്കളുടെ മൂത്ത മകനായി മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എൻ്റെ മുഖം കണ്ട് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് എൻ്റെ വല്യപ്പനും വല്യമ്മയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 3 സഹോദരങ്ങളാ. അവരുണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 പെൺമക്കളാണ്. അവരുണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നാൽ സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാൻ പറയാം, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നതിന് മുൻപ്, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കുന്നതിന് മുൻപ്, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പൂർവികർ ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ല അതിനപ്പുറത്തേക്ക് ചെന്നാൽ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ്, എൻ്റെ ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനു മുൻപ് അനാദിയിലെ എന്നെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് ഇന്ന് രാത്രി പുൽപിറ്റിൽ നിൽക്കാൻ, ഈ കസാരയിൽ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം ലഭ്യമായതെന്നോർത്ത് പരപ്രേരണ കൂടാതെ അധരം തുറന്ന ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പ്രിയർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയരെ, ദൈവത്തിന്റെ സ്നേഹം അത് അനാദി സ്നേഹമാണ്. 2, ദൈവത്തിന്റെ സ്നേഹം കാലേ കൂട്ടിയുള്ള സ്നേഹമാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് കാലേക്കൂട്ടിയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇടുക്കി ജില്ലക്കാരനായതുകൊണ്ട് എൻ്റെ ഗ്രാമീണ പ്രയോഗം ഞാൻ നടത്തിയതാണ് കാലേക്കൂട്ടിയുള്ള സ്നേഹം. എന്താ കാലേക്കൂട്ടിയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ? സ്നേഹിക്കപ്പെടാൻ എന്നിൽ യോഗ്യതകളൊന്നുമില്ലാതിരിക്കെ എന്റെ അയോഗ്യതകൾ ഓർക്കാതെ ഏകപക്ഷീയമായി എന്നെ സ്നേഹിച്ച സ്നേഹമാണ് എൻ്റെ ദൈവത്തിന്റെ സ്നേഹം. വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് 2 തെളിവുകൾ അതിന് ബോൽബലകമായി ഞാൻ തരാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ശ്രദ്ധിച്ച, യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും അർത്ഥാൽ മറിയെയും 3 ലാസറിനെയും സ്നേഹിച്ചു. ആ കാര്യം ഞാൻ ശാന്തമായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. യേശു കർത്താവ് മാർത്തയെ സ്നേഹിച്ചു, മറിയെ സ്നേഹിച്ചു. ഇനി അവിടെ സന്ദർഭോചിതമായ ഒരു കാര്യം പറയുകയാണ്. ദൈവം ഒരാളെ സ്നേഹിക്കുന്നത് അവരുടെ ഏതെങ്കിലും യോഗ്യതയുടെ വെളിച്ചത്തിലല്ല. KJ തോമസ് എന്ന് ഞാൻ പറയുകയാണ്, ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഇന്ന് ഏകദേശം 7 മണിക്കൂറോളം വാഹനം ഓടിച്ചാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വന്നത്. ഇനി 7 മണിക്കൂറോളം തിരിച്ച് യാത്ര ചെയ്താലേ വീട്ടിൽ ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ മധ്യ തിരുവിതാംകൂർ, തെക്കൻ തിരുവിതാംകൂർ, മലബാർ ഒക്കെ ആയി യാത്ര ചെയ്യുന്നു, ഉറക്കളയ്ക്കുന്നു, സുദീർഘമായി യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം ഔദാര്യമല്ല, എനിക്ക് അർഹതപ്പെട്ടത് ലഭ്യമായെന്നു വരും. നിങ്ങൾ ഓരോരുത്തരും പറയുകയാണ്, ദൈവത്തിന് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയല്ല, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് വരും.
എന്നാൽ പുതിയ നിയമം പഠിച്ചാൽ ഒരു ദൈവ പൈതലിന് അങ്ങനെ പറയാൻ അനുവാദമില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ പുതിയ നിയമ വിശ്വാസിക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, അത് ദൈവത്തിന്റെ കൃപയെന്നാണ്. എന്നോട് ചേർന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പറയണം. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്നോട് കാണിച്ച ഔദാര്യമാണ് ഞാൻ അനുഭവിക്കുന്നതല്ല, അല്ലാതെ എനിക്ക് കടംപെട്ടതെന്റെ ദൈവം തന്നതല്ലെന്ന് അധരം തുറന്ന് എന്നോട് ചേർന്ന് മനസ്സോടെ പറയാൻ എത്ര പേർക്ക് കഴിയും? ആ കരങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ സ്നേഹം ഔദാര്യമാണ്, നമ്മുടെ അംഗീകാരത്തിന് നമ്മുടെ അർഹതയ്ക്ക് തരുന്ന അംഗീകാരമല്ല. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാണ്. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ലളിതമായി ഒന്ന് ചിന്തിക്കുക. കർത്താവ് മാർത്തയെ സ്നേഹിച്ചതിൽ മാനുഷികമായി നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം മാർത്തയെ പോലെയുള്ള ഒരാളെ ആരും സ്നേഹിച്ചു പോകും. എന്താ മാർത്തയുടെ പ്രത്യേകത? വീട്ടിൽ വരുന്ന അതിഥികളെ ഹാർദവമായി സ്വീകരിക്കും, അവരെ ഹൃദ്യമായി ശുശ്രൂഷിക്കും. യേശു കർത്താവും ശിഷ്യന്മാരും പല പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോഴൊക്കെ ഹാർദവമായി സ്വീകരിച്ചിട്ടുണ്ട്, ഭൗതികമായി വെച്ച് വിളമ്പിക്കൊടുത്തിട്ടുണ്ട്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സൽക്കരിച്ചിട്ടുണ്ട്. മാർത്തയുടെ യോഗ്യത മാനുഷികമായി ഭൗതികമാണ്. മറിയയ്ക്കുമുണ്ടൊരു യോഗ്യത. എന്താ മറിയയുടെ യോഗ്യത? യേശു കർത്താവ് വീട്ടിൽ വരുമ്പോഴൊക്കെ തൃപ്പാദപീഠത്തെങ്കിൽ ഇരുന്ന് വചനം പഠിച്ച് ആത്മീകമായി വളരാൻ അവൾ പരിശ്രമിച്ചിട്ടുണ്ട്. മറിയയുടെ യോഗ്യത ആത്മീകമാണ്. മാർത്തയുടെ യോഗ്യത ഭൗതികം, മറിയയുടെ യോഗ്യത ആത്മീകത. എന്നാൽ അവരെ രണ്ടുപേരെ മാത്രം സ്നേഹിച്ചെന്നല്ല, ലാസറിനെയും സ്നേഹിച്ചു. എന്റെ ചോദ്യം, ലാസറിനെ എപ്പോഴാണ് സ്നേഹിച്ചത്? അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷമാണോ? അല്ല, അവൻ ദീനമായി കിടക്കുമ്പോൾ സഹോദരിമാർ ആളയച്ച് കർത്താവിനോട് പറയിക്കുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. അപ്പൊ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷമല്ല, അതിനു മുമ്പേ കർത്താവ് ലാസറിനെ സ്നേഹിച്ചു. എന്റെ ചോദ്യം, അടുത്ത ചോദ്യം, ലാസറിനെ സ്നേഹിക്കാൻ അവനിൽ എന്താ യോഗ്യതയുള്ളത്? യേശു കർത്താവ് പല പ്രാവശ്യം വീട്ടിൽ ചെന്നു ഭൗതികമായി ഒരു ഗുണവും ഉണ്ടായില്ല. ആത്മീകമായി വളരാൻ ഒട്ടനവധി അവസരങ്ങൾ അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നു, ഫലപ്രദമായി അവനത് വിനിയോഗിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ, വർത്തമാനകാല അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ അവനെ സ്നേഹിക്കാൻ അവനിൽ യോഗ്യതകളൊന്നുമില്ല. എന്നിട്ടും തിരുവെടുത്തു പറയുകയാണ്, മാർത്തയെ മാത്രമല്ല, മറിയെ മാത്രമല്ല, ലാസറിനെയും കർത്താവ് സ്നേഹിച്ചു. എന്താ ആശയം? വർത്തമാനകാലത്ത് അവനെ സ്നേഹിക്കാൻ അവനിൽ യോഗ്യതകളൊന്നുമില്ലെങ്കിൽ പോലും നാളുകളുടെ നീളകളിൽ അവൻ തന്റെ കൂടെ പന്തിക്കിരിക്കേണ്ടുന്നവനാണെന്നും തന്റെ മഹത്വം അവനിലൂടെ വെളിപ്പെടാനുണ്ടെന്നും തീർന്നില്ല. അവനിലൂടെ ഒരു വലിയ കൂട്ടം യഹൂദ സമൂഹം തന്നിൽ വിശ്വസിപ്പാനുണ്ടെന്നും അറിയാവുന്ന കർത്താവ് അവന്റെ വർത്തമാനകാല അയോഗ്യതകൾ ഓർക്കാതെ അവനെ കാലെ കൊത്തി സ്നേഹിച്ചു. ആ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. ഇന്ന് രാത്രി ശബ്ദ പരിമിതിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യമിത്രമേ, നിങ്ങളുടെ ജീവിതം ഇന്ന് വർത്തമാനകാലം എത്ര തകർന്നതാണെങ്കിലും, എത്ര പരിതാപകരമാണെങ്കിലും, ഏത് പാപ സ്വഭാവത്തിനും ദുശീലത്തിനും നിങ്ങൾ അടിമയാണെങ്കിലും, അടുക്കുന്ന ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, തോന്നുന്നില്ലെന്ന് മാത്രമല്ല, അടുക്കുന്നവർക്ക് അടുക്കുന്തോറും നിങ്ങളെ വെറുക്കത്തക്ക നിലയിലുള്ള എന്ത് സ്വഭാവ വൈകല്യത്തിന് നിങ്ങൾ ഉടമയാണെങ്കിലും, ഇന്ന് രാത്രി നിന്റെ സ്വഭാവ വൈകല്യങ്ങൾ ഓർക്കാതെ, നിന്റെ ചെയ്തികൾ ഓർക്കാതെ, നിന്റെ വർത്തമാനകാല പരാജയങ്ങൾ ഓർക്കാതെ, താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുകയാണ്. ആ പവിത്ര നാമത്തിന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. എന്നോട് ചേർന്ന് ആധാരം തുറന്ന വാക്കിന്, ആ പവിത്ര നാമത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതെ, ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നിങ്ങളുടെ വർത്തമാനകാല അനുഭവങ്ങൾ ഓർക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അടുത്തൊരു ഉദാഹരണം ഞാൻ തിരുവഴുത്തിൽ നിന്ന് പറയാം, നമുക്ക് സുപരിചിതമാണ്, അതുകൊണ്ട് തിരുവഴുത്ത് ചെന്നു. 6000 ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ കർത്താവിനെ എതിരേറ്റു വന്നു. ആ ഭൂതങ്ങളെല്ലാം കൂടെ അവനെ കൊണ്ട് യേശുവിനോട് പറയിപ്പിക്കുകയാണ്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? പാതാളത്തിലോട്ട് പോകാൻ ഞങ്ങളോട് പറയരുത്. കുറച്ച് പന്നികൾ അവിടെ മേയുന്നു,
അങ്ങോട്ട് പോകാൻ ഞങ്ങളോട് പറ. കർത്താവ് പന്നികളിലേക്ക് പോകാൻ ഭൂതങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ പുറപ്പെട്ടു പൊക്കോളാൻ പറഞ്ഞു. ഭൂതങ്ങൾ 6000 പന്നികൾ 2000. അപ്പൊ ഒരു ചെറിയ കണക്ക് നമുക്ക് എടുത്താൽ ഓരോ പന്നികളിൽ 3 ഭൂതങ്ങൾ വീതം കയറിയിട്ടുണ്ട്. ഓരോ പന്നികളിലും 3 ഭൂതങ്ങൾ വീതം കയറിയപ്പോ പന്നികൾ തീരുമാനിച്ചു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ചത്തുകളഞ്ഞേക്കാം, ആത്മഹത്യ ചെയ്തേക്കാം. എന്റെ സഹോദരങ്ങളെ, ഈ പന്നികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പന്നികൾക്കെന്നല്ല, ഒരു നാൽക്കാലികൾക്കും ഒരു ഇഴജാതികൾക്കും ഒരു പക്ഷിവർഗത്തിനും ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആത്മഹത്യ എന്താണെന്ന് അറിയാൻ പോയിട്ട് ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കുന്നു, ചാകുമ്പം ചാകുന്നു എന്നുള്ളതല്ലാതെ ജീവിതത്തെ കുറിച്ചോ മരണത്തെ കുറിച്ചോ അതുങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രാഹ്യമൊന്നുമില്ല. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഉള്ളൂര്. നിങ്ങളൊരു നായയെ 3 വർഷമായിട്ട് വളർത്തുകയാണ്. 3 വർഷമായിട്ട് ആ നായയെ വളർത്തി. ഒരു ദിവസം നിങ്ങൾ അതിനെ ചുണ്ടി അത് കുസൃതി കാണിച്ചു. വീട്ടിലെ അമ്മ ദേഷ്യം വന്നിട്ട് ഒരു അടി കഠിനമായിട്ട് നായ്ക്കിട്ട് ഇട്ടു കൊടുത്തു. ഉടനെ നായ പറയുകയാണ്, കഴിഞ്ഞ 3 വർഷമായി എന്റെ വാല് മുറിഞ്ഞു പോകുന്നത് പോലെ ഈ അമ്മയെ കണ്ടിട്ട് ഞാൻ വാലാട്ടി എന്റെ സ്നേഹം പ്രകടിപ്പിച്ചിട്ട് നിസാര കാര്യത്തിന് എന്നെ ഇങ്ങനെ ക്രൂരമായി തല്ലിയല്ലോ, ഇനി ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നില്ല, ഞാൻ പോയി ചാകാൻ പോവാന്ന് പറഞ്ഞ് ഈ റോഡിലൂടെ പോകുന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുടെ ടയറിനടിയിൽ പോയി തല വെച്ച് ബോധപൂർവം ഒരു നായും ചാകില്ല. എന്താ ചാകാത്തത്? അറിഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ അതുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുങ്ങൾക്ക് എന്താണ്? ഒരു മൃഗങ്ങൾക്കും അത് പക്ഷിവർഗത്തിനും ഒരു നാൽക്കാലികൾക്കും അതിന് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം 1999 അല്ല, 2000 പന്നികളും കടലിൽ ചാടി ചത്തെന്നല്ലേ? 2000 എണ്ണവും 2000 ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ കടലിൽ ചാടി ചത്തെന്ന് പറഞ്ഞാൽ അത് യാദൃച്ഛികമല്ല, അതൊരു ആക്സിഡന്റ് അല്ല. ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ ഒന്നെങ്കിലും രക്ഷപ്പെടില്ലേ? അപ്പൊ ഒന്നുപോലും രക്ഷപ്പെടാതെ എല്ലാം കടലിൽ ചാടി ചാകാൻ കാരണം, ആത്മഹത്യ ചെയ്യാൻ കാരണം അത് പന്നികളുടെ സ്വഭാവം അല്ലെങ്കിൽ പിന്നെ ഈ 2000 എണ്ണവും അങ്ങനെ ചെയ്യാൻ കാരണം അതിൽ കയറിക്കൂടിയ ദുരാത്മാക്കളുടെ പ്രവണതയാണ്. ദുരാത്മാക്കൾ എന്തൊക്കെ ചെയ്യുന്നു അത് വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു പഠനമാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇവിടെ സന്ദർഭോചിതമായി ഞാൻ പറയുകയാണ്, ഈ ഭൂതങ്ങൾ കയറുന്നതിനെ കൊല്ലുന്നതായിരുന്നു, ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതായിരുന്നു. എന്റെ മാന്യ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി ഞാൻ വിനയത്തോടെ പറയുകയാണ്, മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, ലഹരി പദാർത്ഥങ്ങളുടെ, കൊലപാതകങ്ങളുടെ, വഴിപെട്ട ബന്ധങ്ങളുടെ, അശുദ്ധികളുടെ, മ്ലേച്ഛതകളുടെ, ആത്മഹത്യകളുടെ ഒക്കെ പിറകിൽ പ്രവർത്തിക്കുന്നത് ദുരാത്മാക്കളാണ്. ദുഷ്ടപിശാചും അവന്റെ അജ്ഞാനുവർത്തികളായ ദുർഭൂതങ്ങളുമാണ്. ആ ദുർഭൂതത്തിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കാൻ സുവിശേഷത്തിനും മാത്രമേ കഴിയുകയുള്ളൂ, യേശു ക്രിസ്തുവിനും മാത്രമേ കഴിയുകയുള്ളൂ. എന്നോട് ചേർന്ന് ആധാരം തുറന്ന വാക്കിന് സ്തോത്രം പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും വീടുകളിലോ വീഥികളിലോ ഇന്ന് രാത്രി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിസ്സാര കാര്യങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാതെ നീ ആർക്കു വേണ്ടി ജീവിക്കുന്നു, എന്തിന് ജീവിക്കുന്നു, ജീവിച്ചിട്ടെന്ത് ഗുണം, ചത്തുകള എന്ന ഹൃദയത്തിനകത്തും മന്ത്രിച്ച് ആത്മഹത്യയുടെ തോന്നലുളവാക്കി നിനക്ക് ദൈവം തന്നെ ആയുസ് തികയുന്നതിന് മുമ്പ് മണ്ണിൽ നിന്ന് ആത്മഹത്യയിലൂടെ പറിച്ചു കളയാൻ ഏതെങ്കിലും കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ഈ രാത്രി കുത്തിയിരിക്കുന്ന പൈശാചിക ദുർഭൂത ശക്തികൾ ഉണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ പ്രത്യക്ഷനായ ഏകകർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഇന്ന് രാത്രി അങ്ങനെയുള്ള ചില പൈശാചിക ശക്തികൾ കുടുംബങ്ങളെ വിട്ട് മാറട്ടെ, വ്യക്തികളെ വിട്ട് മാറട്ടെ. ഈ രാത്രി ചില കുടുംബങ്ങൾ സ്വതന്ത്രമാകുന്ന രാത്രിയായി മാറട്ടെ, ചില വ്യക്തികൾ സ്വതന്ത്രമാകുന്ന രാത്രിയായി മാറട്ടെ. വിശ്വസിക്കുന്ന അഭിഷേകന്മാർ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു 30 സെക്കൻഡ് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ചിലരെ സ്പർശിക്കട്ടെ, ഇന്ന് രാത്രി ചിലരോട് ഇടപെടട്ടെ. ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് ഇന്ന് രാത്രി അത്ഭുതകരമായി ചില കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇവനിൽ കുടിയിരിക്കുന്ന
ജീവിപ്പിക്കാനാണോ കൂടിയിരിക്കുന്നത്? അല്ല, കൊല്ലാനാ കൂടിയിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യിപ്പിക്കാനാ കൂടിയിരിക്കുന്നത്. പക്ഷെ എന്തേ വർഷങ്ങൾ ഇവന് കുടിയിരുന്ന് ഇവനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ കൊണ്ടു നടന്നിട്ടും ഈ ദുർഭൂതങ്ങൾക്ക് കൊല്ലാൻ പറ്റിയില്ല. കൊല്ലാഞ്ഞതിന്റെ കാരണം ഞാൻ പറയാ, ഡെക്കപ്പൊലി നാട്ടിൽ അവനെ ഒരു മിഷണറി ആക്കി മാറ്റാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി അവന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കെ 6000 അല്ല 60 കോടി ദുർഭൂത ശക്തികൾ അവനെതിരെ തട്ടിട്ട് തുള്ളിയാലും അവന്റെ ഒരു തലമുടി നാടിനെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ, അഭിഷക്തന്മാർ സിംഹഗർജനം പോലെ സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി വിളിച്ചു പറ, മുൻനിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോ സകലതും തന്റെ പുസ്തകത്തിൽ എഴുതിയ ദൈവം, ഞാൻ ആവശ്യപ്പെടാതെ ഒരു ജീവിതവും എന്നോട് ചോദിക്കാതെ എന്നെ കുറിച്ചുള്ള പദ്ധതികളും തയ്യാറാക്കി ഈ മണ്ണിൽ എനിക്ക് ജീവിക്കാൻ അവസരം തന്നതാണെങ്കിൽ, ജീവിക്കാൻ അവസരം തന്ന ദൈവം എന്റെ കൊച്ചു ജീവിതത്തിലൂടെ ചെയ്തെടുക്കേണ്ട പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ദൈവിക പദ്ധതികൾ നിവർത്തിയാകുന്നിടം വരെ ഏതെല്ലാം ഇരുളിന്റെ ശക്തികൾ എനിക്കെതിരെ ഉറഞ്ഞു തുള്ളിയാലും ഒരു പൈശാചിക ശക്തികളും ഒരു കേടും വരുത്താതെ തന്റെ സുരക്ഷിത വലയത്തിനകത്ത് എന്നെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഭയങ്ങൾ മാറി, നിരാശ മാറി, അധരം തുറന്ന ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഭീതിയുള്ളവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒരു ശക്തിയും ചലിക്കില്ല. ചലിക്കുന്ന ഒരു ശക്തിയും ദൈവത്തിന്റെ പദ്ധതി നിവർത്തിയാകുന്നിടം വരെ ഒരു കേടും നിനക്ക് വരുത്തില്ല. അതിനൊരു നാമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? കൊരിന്തിൽ വെച്ച് പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ, കർത്താവ് പറഞ്ഞതുപോലെ, നീ ധൈര്യത്തോടെ പ്രസംഗിക്കുക. ഈ പട്ടണത്തിൽ എനിക്ക് വലിയൊരു കൂട്ടം ജനമുണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്യുകയോ ഒരു ദോഷം വരുത്തുകയോ ചെയ്യുകയില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, മുന്നിൽ വെളിപ്പെടുന്ന പ്രതിസന്ധികൾ കണ്ടുകൊണ്ട് പിറകോട്ട് മാറണ്ട, വെച്ചകാലം പിറകോട്ട് വെക്കണ്ട, ദൈവിക നിയോഗങ്ങളിൽ നിന്ന് ഒളിച്ചോടണ്ട, ദൈവം തന്ന നിയോഗത്തിൽ ഉറച്ചു നിന്നുകൊള്ളുക, വെച്ച ചുവടുകൾ മുൻപോട്ട് വെച്ചുകൊള്ളുക. നിന്റെ നിയോഗത്തിനെതിരെ ചലിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അത്ഭുതകരമായി സഹായിക്കുന്ന ഒരു കരമുണ്ട്. അതാണ് ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന്റെ കരമെന്നറിഞ്ഞ് ഹൃദയം തുറന്നാമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പൊ എന്റെ ചോദ്യം, ദൈവത്തിന് സ്തോത്രം, 6000 ഭൂതങ്ങൾക്ക് ഇവനെ കൊല്ലാൻ കഴിയാതിരുന്നത് ഇവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അവശേഷിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളെ മനുഷ്യനെ കണ്ടു, അവന് സുബോധം വന്നു. പിന്നീട് ഞാൻ വിശദീകരിക്കും. അവൻ വസ്ത്രം ധരിച്ചു, അവനെ ദെക്കപ്പൊലി നാട്ടിൽ യേശുവിനെ പ്രസംഗിച്ച് നടക്കുകയാണ്. ആ നാട്ടുകാര് അവനെ കാണുമ്പോൾ ഭയഭക്തി ബഹുമാന ആദരവോടെ കൈകൂപ്പി എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തൊരു ആദരവാണ്! പണ്ട് ഇവനെ കാണുമ്പോൾ നാട്ടുകാർ ഇരുമ്പ് ചങ്ങലയുമായിട്ട് പുറകെ നടന്നതാ. എന്തിന്? ഇവനെ ബന്ധിക്കാൻ, ഇവനെ ഒതുക്കാൻ. പക്ഷെ നാട്ടുകാർ വെച്ച് പിടിപ്പിച്ച ഇരുമ്പ് ചങ്ങലയൊക്കെ അവൻ ഉരുവി പൊട്ടിച്ചു കളഞ്ഞു. ഇന്ന് അവൻ എന്തൊരു സ്വീകാര്യതയോ! ഇന്നലകളിൽ അവൻ ആ നാടിന്റെ കണ്ണിലെ കരടായിരുന്നു. ഇന്ന് അവൻ ആ നാടിന്റെ കണ്ണിലുണ്ണിയ. ഞാൻ സ്തോത്രം ചെയ്ത് പറയാം. സുവിശേഷത്തിന് മാറ്റാൻ കഴിയാത്തവരാരാ ഉള്ളേ? യേശു ക്രിസ്തുവിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവരാരാ ഉള്ളേ? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, എന്റെ പൊന്നു സുഹൃത്തെ, നിന്റെ ജീവിതത്തെ സ്വപ്നതുല്യമായി മാറ്റാൻ നിനക്കിന്ന് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ഇന്ന് നാടിന്റെ കണ്ണിലെ കരടായ നിന്നെ നാടിന്റെ കണ്ണിലുണ്ണിയാക്കി മാറ്റാൻ നിനക്കിന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വഴിത്തിരിവുകളിലേക്കും രൂപാന്തരത്തിലേക്കും താങ്കളെ നയിക്കാൻ യേശുവിന് കഴിയും. യേശു കർത്താവിന്റെ സുവിശേഷത്തിന് കഴിയും. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. അങ്ങനെ അനുഭവമുള്ള ദൈവമക്കളുടെ കരം ഞാനൊന്ന് കാലത്തെ കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതാണ് നമ്മുടെ അനുഭവം. വെച്ചിരിക്കുന്നു. ഈ രാത്രി ഞാൻ ചോദിക്കുന്നു, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന സറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി മുഖം മൂടി രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ഹോമ പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്ന ഒരു പ്രപഞ്ചത്തിലും തന്റെ മഹത്വം വെച്ച ആ വ്യക്തിത്വം ആരാണ്? വിശുദ്ധ യോഹന്നാൻ 12:41 മനസ്സിരുത്തി ഒന്ന് വായിച്ചേ. യെശയ്യാവ് അവന്റെ തേജസ്സ് നിർത്തി വായിക്കണം. യെശയ്യാവ്
അവന്റെ തേജസ്സു കണ്ടു. അടുത്തത് അവനെ കുറിച്ചു സംസാരിച്ചു. എല്ലാവരും നല്ലൊരാമയെ പറഞ്ഞ് യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു, അവനെ കുറിച്ചു സംസാരിച്ചു. യെശയ്യാവ് ആരുടെ തേജസ് കണ്ടെന്ന്? യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടെന്ന്. എപ്പോൾ കണ്ടെന്ന്? ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കണ്ടെന്ന്. എങ്ങനെ കണ്ടെന്ന്? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി കണ്ടെന്ന്. എങ്ങനെ കണ്ടെന്ന്? സറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്നവനായി കണ്ടെന്ന്. എങ്ങനെ കണ്ടെന്ന്? മുഴു പ്രപഞ്ചത്തിലും തന്റെ മഹത്വം വയ്ക്കപ്പെട്ടവനായി കണ്ടെന്ന്. ഇന്ന് രാത്രി യേശു കർത്താവിനോട് ചോദിക്കാം. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരുന്ന് അനന്തകോടി ദൂതന്മാർ രണ്ടുകൊണ്ട് പാദം മൂടി മുഖം മൂടി സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആരാധിച്ച കർത്താവേ, മുഴു പ്രപഞ്ചത്തിലും മഹത്വം വെച്ച യേശു കർത്താവേ, ആ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം വേണ്ടെന്ന് വെച്ചിട്ട് അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും എന്തിനേറെ പറയുന്നു സ്വർഗത്തെ പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പശുത്തൊട്ടിയിൽ ശീലകൾക്കകത്ത് ചുറ്റപ്പെട്ട് കിടത്തപ്പെടാൻ അങ്ങയെ പ്രേരിപ്പിച്ച പ്രേരക ഘടകം എന്തേ? അതിനിന്ന് രാത്രി ഉള്ളൂരിനോട് യേശു കർത്താവിന് പറയാനുള്ള മറുപടി, ഉയർന്നും പൊങ്ങിയുമുള്ള എന്റെ സിംഹാസനം വേണ്ടെന്ന് വെക്കാൻ അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും സ്വർഗത്തെയും വേണ്ടെന്ന് വെച്ചിട്ട് കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് ചുറ്റപ്പെട്ട് കിടത്തപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ചത് നിങ്ങളോടുള്ള എന്റെ സ്നേഹമാണ്. അവർണ്ണനീയമായ സ്നേഹത്തിന് ആരാധന എന്ന് പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട് പ്രിയരെ? ആ കരമുയർത്തി ഒരിക്കൽ കൂടി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പം കൂടെ ഞാൻ ശാന്തമായി അതൊന്ന് വിശദീകരിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ മഹാദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ദൈവം ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ദൈവം അങ്ങനെയാണെന്നല്ല. ദൈവത്തിന്റെ മഹത്വത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഒരാമേൻ എന്ന് പറയുന്നു. തിരുവഴുത്ത് കഥ പറയുന്ന ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനും. അടുത്തൊന്നും സ്തോത്രം ചെയ്ത് പറഞ്ഞ് മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആർക്കും മനസ്സിലാകില്ല. അതുകൊണ്ട് പരിമിതനായ മനുഷ്യൻ ദൈവത്തെ മനസ്സിലാക്കാൻ മനുഷ്യന്റെ പരിമിതിയിൽ ദൈവം ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ദൈവം അങ്ങനെയാന്നല്ല. പരിമിതരായ നമ്മൾ ദൈവത്തിന്റെ വലിപ്പത്തെ മനസ്സിലാക്കാൻ ദൈവം അങ്ങനെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതാണ്. അതിലൊരു പ്രസ്താവനയാണ് പ്രവാചകനിലൂടെ പറയുന്നത്, സ്വർഗം എന്റെ സിംഹാസനമാണ്, ഭൂമി എന്റെ പാദപീഠമാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കാല് സ്വർഗത്തിൽ നിന്ന് നീണ്ടിവിടം വരെ വരുന്നു എന്നാണോ? അല്ല, അങ്ങനെ ഒരു കാല് ദൈവത്തിനില്ല. പിന്നെ സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠമെന്ന് ദൈവം പറയുന്നത് പരിമിതനായ മനുഷ്യൻ ദൈവത്തിന്റെ വലിപ്പത്തെ മനസ്സിലാക്കാൻ മനുഷ്യന്റെ പരിമിതിയിൽ മനുഷ്യന്റെ ഭാഷയിൽ ദൈവം ദൈവത്തെ പരിചയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ശലോമോൻ യെരൂശലേം ദൈവാലയം സമർപ്പിക്കുമ്പോൾ പറയുന്നത്, അങ്ങ് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങിയിരിക്കുന്നവൻ അല്ല. ഒരു നല്ല ആമേൻ. അഖിലാണ്ട കടാഹത്തിന്റെ ഉടയവനായ ദൈവത്തെ എങ്ങും ഒതുക്കി വെക്കാൻ സാധിക്കില്ല. സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായ ദൈവം സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങിയിരിക്കാത്ത മഹാദൈവം. ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞായി തന്നെത്താൻ ഒതുങ്ങി. ഇന്ന് രാത്രി രക്ഷിതാവിനോട് ചോദിക്കാം, സ്വർഗം സിംഹാസനസ്ഥനായവനെ, ഭൂമി പാദപീഠമായവനെ, ഈ അഖിലാണ്ട ഘടാകത്തിലേക്കും ഒതുങ്ങാത്ത ഒറ്റ വാക്കുകൊണ്ട്
ദൃശ്യവും അദൃശ്യവുമായ ഈ അഖിലാണ്ട ഘടാകത്തെ മുഴുവനും വിളിച്ചു വരുത്തിയ പൊന്നുകർത്താവേ, ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞായി എങ്ങനെ ഒതുങ്ങാൻ അങ്ങയെ കൊണ്ട് കഴിഞ്ഞു? അതിന് ഇന്ന് രാത്രി യേശുവിന് പറയാനുള്ള മറുപടി, KJ തോമസ്, ഈ അഖിലാണ്ട ഘടാകത്തിലെങ്ങും ഒതുങ്ങാത്ത ഞാൻ, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായ ഞാൻ, ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞായി ഒതുങ്ങിയതിന്റെ പേരാണ് നിന്നോടുള്ള എന്റെ സ്നേഹം. അവർണ്ണനീയമായ സ്നേഹത്തിന് ഇന്ന് രാത്രി ആരാധന എന്ന് പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്റെ മാന്യ സഹോദരങ്ങളെ, എന്റെ മാന്യ സുഹൃത്തുക്കളെ, ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തിയ ഒന്നാമത്തെ മേഖല യേശു ക്രിസ്തുവിന്റെ ജഡത്തിലെ വെളിപ്പാടാണ്. രണ്ട്, മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം. മേഖല യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണമാണ്. ആ മരണത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. റോമാലേഖനത്തിലേക്ക് നമുക്ക് വരാം. 5-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എത്ര പേർക്ക് നല്ല ആമയം പറയാൻ കഴിയും? ഈ ആമയം പോരെ പ്രിയരെ, സന്തോഷത്തോടെ ആ കരം ഉയർത്തിയൊരു നല്ല ആമയം എന്ന് പറഞ്ഞു ഞാനത് ശാന്തമായിട്ടൊന്ന് മനസ്സിലാക്കി തരാം. എത്ര ഈ പൗലോസിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ അറിയാതെ ഞാൻ ദൈവത്തിന്റെ സ്തോത്രം പറയും. എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ പൗലോസ് അവതരിപ്പിക്കുക. ഇവിടെ അദ്ദേഹം പറയുകയാണ്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. എന്താ അങ്ങനെ പറയാൻ കാരണം? നീതിമാന് വേണ്ടി ആരും മരിക്കില്ല. എന്തുകൊണ്ട് നീതിമാന് വേണ്ടി ആരും മരിക്കില്ല? നീതിമാനെ ആർക്കും ഇഷ്ടല്ല. ഉള്ളതുപോലെ പറയുന്നവരെ, നേരെ വാ നേരെ പോ എന്ന് ചിന്തിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല. അതും ശരിയാ ഇതും ശരിയാ എല്ലാം ശരിയാന്ന് പറയുന്നവരെ എല്ലാവർക്കും ഇഷ്ടം. എല്ലാവരും ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, വേട്ടക്കാരനൊപ്പം ഓടണം, ഇരയ്ക്കൊപ്പം ഓടണം. വേട്ടക്കാരനൊപ്പം ഓടുമ്പോൾ വേട്ടക്കാരന്റെ ചിന്ത ഇങ്ങനെ എൻ്റെ കൂടാണ്, ഇരയ്ക്കൊപ്പം ഓടുമ്പോൾ ഇരയുടെ ചിന്ത പാവം ഇദ്ദേഹം എൻ്റെ കൂടാണ്. ഇന്ന് ലോകം മുഴുവൻ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ്. ഞാൻ എല്ലാവരുടെയും ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വല്ലാത്ത പ്രവണത നടന്നുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം അതല്ല, യേശുവിന്റെ മാർഗം അതല്ല. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായത് ഒന്നു മാത്രമേ ഉള്ളൂ. സത്യം സത്യമാണെന്ന്, ശരി ശരിയാണെന്ന് ലോകത്തോട് പറയാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന തിരിച്ചറിവിൽ അധരം തുറന്ന് ദൈവത്തിന് ആമേൻ പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? പൗലോസ് പറയുകയാണ്, നീതിമാന് വേണ്ടി ആരും മരിക്കില്ല. കാരണം നീതിമാനെ ആർക്കും ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ രോമന പേര് കൊടുത്തിട്ടുണ്ട്, ദുർഗുണൻ. അത് ഏത് മേഖലയിലാണേലും നമ്മൾ അവരെ വിളിക്കുന്നത് ദുർഗുണൻ. നമ്മൾ എന്ത് കാര്യമായിട്ട് ചെന്നാലും നമ്മുടെ ഇഷ്ടത്തിന് വളയുന്നവരെ നമുക്ക് ഇഷ്ടമാണ്, നല്ല മനുഷ്യനാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് വളയാത്തവരെ ഒന്നും നമുക്ക് ഇഷ്ടമല്ല. ദുർഗുണൻ എന്ന പേര് കൊടുക്കുക. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. അടുത്തത്, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. അർത്ഥം ഞാൻ മനസ്സിലാക്കി തരാം. ഞാനിപ്പോൾ ഉള്ളൂര് പ്രസംഗിക്കാനായിട്ട് വന്നു. ഒരാൾ എന്നോട് പറയാതിരിക്കട്ടെ, ലൈവൊക്കെ പോവാണ്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്, അങ്ങനെ ഒരു കാര്യമേ എനിക്കില്ല, ഒരാവശ്യവുമില്ല. ഒരു കാര്യം ഒന്ന് പറയാം. എന്നോട് പറയാം, KJ തോമസ് പാസ്റ്റർ 6-7 മണിക്കൂർ ദീർഘദൂര യാത്ര ചെയ്ത് ഇവിടെ വരെ ഒന്നല്ല, താങ്കൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ജൂൺ മാസം 15-ാം തീയതിക്ക് മുമ്പ് ഞാൻ താങ്കൾക്ക് 2 ലക്ഷം രൂപ ഗിഫ്റ്റ് തരാൻ പോവാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞ ഗുണവാനെ ഞാൻ വെറുതെ വിടുമെന്ന്? ഒട്ടിയും പറ്റിയും തട്ടിയും മുട്ടിയും അച്ചായോ പൊന്നച്ചായോ, എൻ്റെ 26 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ ഇതുപോലെ 2 ലക്ഷത്തിന്റെ ഗിഫ്റ്റ് ഓഫർ ചെയ്ത ഒരു അച്ചായം വേറെ ഇല്ല. അച്ചാൻ വെറും അച്ചാനല്ല, പൊന്നച്ചായന. പൊന്നച്ചായനെ ഞാൻ നിഴല് പോലെ തട്ടിമുട്ടി ഇങ്ങനെ നടന്ന്, ഞാനും അച്ചാനും കൂടി ഇങ്ങനെ റോഡേ കൂടെ നടന്നു പോകുമ്പോഴേ നാട്ടുകാർ ചിലർ അങ്ങേരെ എടുത്തിട്ട് തല്ലുക. തല്ലാൻ നേരത്ത് ഞാൻ കയ്യും കുപ്പി വക്കാലത്തിന് ചെല്ലുകയാണേ.
ഇദ്ദേഹത്തെ തന്നെയാണോ തല്ലാൻ നിങ്ങൾ വന്നത്? ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ആള് മാറി വല്ലതും തല്ല് കാണും. ഇങ്ങനെ പോലെ ഇത്രയും മാന്യനും പാപവുമായൊരു മനുഷ്യനെ എങ്ങനെ തല്ലാൻ നിങ്ങൾക്ക് തോന്നി? എന്തൊരു തങ്കം പിടിച്ച മനുഷ്യനാ! തല്ലല്ലേ കൊല്ലല്ലേ, അമ്മപ്പോ തല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആ മനുഷ്യന് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നത് അങ്ങേരോടുള്ള സ്നേഹം കൊണ്ടല്ല. ജൂൺ മാസം 15-ാം തീയതിക്ക് മുമ്പ് അദ്ദേഹത്തെ ആരെങ്കിലും തല്ലിക്കൊന്നാൽ എന്റെ 2 ലക്ഷം പോക്കാം. ആ മനുഷ്യൻ അങ്ങനെ ഒരു ഓഫർ എനിക്ക് വെച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തല്ലുവോ കൊല്ലുവോ, അത് അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. നിങ്ങൾക്ക് മാത്രമേ അങ്ങേരെ ശരിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണേലും ചെയ്തു. എനിക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, എൻ്റെ തടി രക്ഷപ്പെടുത്തണം, എൻ്റെ വണ്ടിക്ക് ഒന്നും വരരുത്. എൻ്റെ വണ്ടിക്കൊന്നും പറ്റാതെ, എനിക്കൊരു കേടും വരാതെ എനിക്ക് തിരിച്ചു വീട്ടിൽ പോയാൽ മതി. അല്ലേ? അതല്ലേ ശരി. പക്ഷേ അദ്ദേഹം എനിക്ക് ആ ഓഫർ വെച്ചത് കൊണ്ടല്ലേ ഞാൻ വക്കാലത്തിന് ചെന്നത്. പൗലോസ് ഇവിടെ എന്താ പറയുന്നത്? നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ, ഒരു നല്ല ആമേൻ പറഞ്ഞേ. മനുഷ്യവർഗം നീതിമാന്മാരായതുകൊണ്ടല്ല. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി മാറി. മാനവർഗം നീ ഗുണവാന്മാരായതുകൊണ്ടുമല്ല, ഇന്ന ഗുണഗണങ്ങൾ എന്നിലുണ്ടെന്ന് ദൈവത്തോട് പറയാൻ ഒരു മനുഷ്യനും കഴിയുമായിരുന്നില്ല. മനുഷ്യനിൽ യാതൊരു ഗുണങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ നാം നീതിമാന്മാരല്ലാതിരിക്കെ, നമ്മളിൽ ഗുണഗണങ്ങൾ ഒന്നുമില്ലാതിരിക്കെ, നാം പാപികളായിരിക്കെ തന്നെ എല്ലാവരും സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ക്രിസ്തുവോ നമുക്ക് വേണ്ടി മരിക്കയാൽ, കരം ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ, ക്രിസ്തുവോ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി അതിനെ തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് എല്ലാവരും പറയണം, എനിക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ. എത്ര പേർക്ക് നല്ല രഹമേ പറയാൻ കഴിയും? എന്നെ സ്നേഹിച്ച് എനിക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്. ഇന്ന് രാത്രി ആരെങ്കിലും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം രക്ഷപ്പെടാൻ അവസരമില്ലാതിരുന്നത് കൊണ്ട്, ഗതികേട് കൊണ്ട് സംഭവിച്ചതാണെന്ന് ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ തിരുത്തലിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. വാളും പന്തവും കുന്തവും ഒക്കെയായി, വാളും വടിയുമായി കുന്തവും പന്തുമായി നെഞ്ചുമരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ചേവകരും പടയാളികളും ആൾക്കൂട്ടവും ഗെത്സമനത്തോട്ടത്തിൽ യേശുവിനെ പിടിക്കാനായിട്ട് വരികയാണ്. അവരുടെ ചിന്ത അർദ്ധരാത്രി കഴിഞ്ഞ ഈ സമയത്ത് യേശു ആരാണെന്ന് അറിഞ്ഞാൽ മതി, ഇപ്പൊ പിടിക്കാമെന്നുള്ള മട്ടിലും ഭാവത്തിലുമാണ് വരിക. പക്ഷെ എന്റെ പൊന്നു കർത്താവ് അവരുടെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവരുടെ മറുപടി നസ്രയനായ യേശുവിനെ. ഉടനെ കർത്താവ് പ്രതിവചിച്ചു, അത് ഞാനാകുന്നു. അത് ഞാനാകുന്നു എന്ന് പറഞ്ഞതും എല്ലാവരും പിറകൊട്ടു വീണു. എന്റെ ഗ്രാമീണ ഭാഷ പറയാം, എല്ലാവരും പിറകൊട്ടു വീണു ബോധം കെട്ട് കിടക്കുമ്പോൾ എന്റെ രക്ഷിതാവിന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. കാരണം പിടിക്കാൻ വന്നവരെല്ലാം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞ ആ ദൈവമാണ് ഞാനാകുന്നു എന്ന് എന്റെ കർത്താവിന്റെ പ്രഖ്യാപനത്തിനു മുമ്പിൽ പിടിക്കാൻ വന്ന മിടുക്കന്മാരെല്ലാം ആയുധം അടിയറവ് വെച്ച് ആ ഗെത്സമനയിൽ പിറകോട്ടു വീണ് കിടക്കുകയാണ്. പഴയ നിയമത്തിലൊരു പ്രവാചകനെ ഞാൻ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പേര് എലീശ. അദ്ദേഹത്തെ പിടിക്കാനായിട്ട് ആരാം സൈന്യം വന്നു. പേടിച്ച 2 എലീശ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാ, എവിടെ നിന്ന് വന്നത്? അവര് പറഞ്ഞു, ആരാൻ രാജാവ് പറഞ്ഞു വെച്ചതാ. ഇവിടെ ഒരു പ്രവാചകനുണ്ട്, എലീശ അങ്ങനെ പിടിക്കാൻ വന്ന. പേടിച്ച എലീശ ഒറ്റ പ്രാർത്ഥന, ദൈവമേ ഇവരുടെ കാഴ്ച കളഞ്ഞേക്കണേ. എല്ലാവരുടെയും കാഴ്ച ദൈവം കളഞ്ഞു, കുരുടനായി. ഒന്നും അറിയാത്തതുപോലെ എലീശ പറയാ, അങ്ങേര് ഇവിടെ ഇല്ല, എന്റെ കൂടെ വാ, ഞാൻ വഴി കാണിച്ച് അങ്ങേരെ ഉള്ളിടത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കും. അങ്ങനെ കുരുടന്മാര് അന്ധന്മാര് ഈ എലീശായോടൊപ്പം നടന്നു ശമരിയിലെത്തിയപ്പോ തിരിച്ചൊരൊറ്റ പ്രാർത്ഥന, ദൈവമേ ഇവരുടെ കാഴ്ച തിരിച്ചു കൊടുത്തേക്കണേ. കാഴ്ച തിരിച്ചു കിട്ടിയപ്പോഴാണ് അവർക്ക് അമ്മളി മനസ്സിലായത്. അപ്പൊ ഏലീശായിക്കൊരു പ്രതിസന്ധി വന്നപ്പോ പിടിക്കാൻ വന്നവരുടെ കാഴ്ച കളഞ്ഞ പ്രതിസന്ധിയിൽ നിന്ന് ഏലീശ രക്ഷപ്പെട്ടു. പക്ഷെ എന്റെ പൊന്നു കർത്താവ്
ഗെത്സമനയിൽ പിടിക്കാൻ വന്നവർ ഞാനാകുന്നു എന്ന ശബ്ദം കേട്ട് പിറകോട്ട് വീണ് കിടക്കുമ്പോൾ രക്ഷപ്പെടാതെ ഇന്ന് എന്നെ പിടിച്ചോളാൻ പറഞ്ഞ് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. മാന്യ സുഹൃത്തെ, യേശുവിനെ ആരും പിടിച്ചതല്ല കേട്ടോ, ഗതികേട് കൊണ്ട് സംഭവിച്ചതല്ല, ക്രൂരന്മാരായ മനുഷ്യര് നടത്തിയ നരനായാട്ടല്ല, കൊലപാതകമല്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ബോധപൂർവം രക്ഷപ്പെടാൻ അവസരമുണ്ടായിരുന്നിട്ടും അത് മുതലാക്കാതെ എന്നെ പിടിച്ചോളാൻ പറഞ്ഞ് യേശു കൈനീട്ടി കൊടുത്തതാണ്. ഇന്ന് രാത്രി ഉള്ളൂരിന്റെ മണ്ണിനോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിനെ ആരും ക്രൂശിച്ചതല്ല, യേശുവിനെ ആരും കൊന്നതല്ല, യേശുവിന്റെ ജീവനെ ആരും എടുത്തതല്ല, യേശു തന്റെ ജീവനെ വച്ചു തന്നതാണ്. അതരം തുറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പുത്രന് തന്റെ ജീവനെ കൊടുപ്പാനും എല്ലാവരും സ്തോത്രം ചെയ്ത് പറ, അതിനെ തിരികെ പ്രാപിപ്പാനും അധികാരമുണ്ട്. മനുഷ്യപുത്രൻ തന്റെ ജീവനെ കൊടുത്തതാണ്. ആർക്ക് വേണ്ടി കൊടുത്തതാണ്? ഒരുമിച്ച് എന്നോട് ചേർന്ന് കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്ത് പറ. കൂട്ടുകാരന് വേണ്ടി, സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആർക്കുമില്ല. ഇന്ന് രാത്രി അല്പനിമിഷം നിങ്ങൾ എന്റെ കൂടെ ക്രൂശിന് ചുവട്ടിലേക്ക് ഒന്ന് വരാം. ഇത് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരാം. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, പുറമൊഴിവുചാല് പോലെ അടിച്ചു കീറപ്പെട്ട്, ഭാരമേറിയ ആ കുരിശിന്റെ ക്രോസ് ഭാഗം ചുമലിൽ വേറ്റെടുത്തുകൊണ്ട് യെരൂശലേം തെരുവീഥിയിലൂടെ വീണ്ടും എണീറ്റും വീണ്ടും രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീട്ടി തലയോടിടമെന്ന ഗോൽഗോഥാ മലയുടെ മുകളിൽ ഇത് കള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് ഉൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായച്ചു വെച്ച് യേശു പ്രാണനെ വെടിഞ്ഞു. എന്റെ രക്ഷിതാവ് ക്രൂശിൽ കിടക്കുമ്പോൾ വഴി പോകുന്നവരും ക്രൂശിന് ചുവട്ടിൽ നിൽക്കുന്നവരും ആത്മാഭിമാനത്തിന് നേരെ വിമർശനത്തിന്റെ വിരൽത്തുമ്പുകൾ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. എല്ലാ മനുഷ്യർക്കും വലുത് അവരുടെ ആത്മാഭിമാനമാണ്. എന്റെ രക്ഷിതാവിന്റെ ആത്മാഭിമാനത്തിന് നേരെയാണ് അവർ വിരൽ ചൂണ്ടിയത്. നീ ദൈവപുത്രനാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുന്നത് അസാധ്യമായിരുന്നില്ല. കാരണം യേശു കർത്താവ് പൂർണ്ണ ദൈവമായിരുന്നു. ദൈവമായ യേശുവിന് ക്രൂശിൽ നിന്ന് ആടി ഊരി വരിക അസാധ്യമായ കാര്യമായിരുന്നില്ല. എന്നാൽ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നില്ല. എന്തുകൊണ്ട് ഇറങ്ങി വന്നില്ല? എന്റെ പൊന്നു കർത്താവ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാഞ്ഞതിന്റെ കാരണം തന്റെ ആത്മാഭിമാനത്തിന് നേരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഇവരെ അല്ല കർത്താവ് കണ്ടത്. തന്റെ മരണത്താൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന കോടാനുകോടി വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ എന്റെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് കണ്ടു. ഈ KJ തോമസ് എന്ന ഈ പാപം എന്നെ കണ്ടു. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ പറയുന്നത്, അവൻ അപമാനം അലക്ഷ്യമാക്കി. എത്ര പേർ ആധാരങ്ങൾ തുറന്നു സ്തോത്രം ചെയ്ത് പറയും, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇന്ന് രാത്രി ദൈവകൃപയ്ക്ക് നന്ദി എന്ന് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഉള്ളൂരിനോട് ഞാൻ ഇങ്ങനെ ഒരു ഭാഷ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ ക്രൂശോട് ചേർത്ത് ബന്ധിച്ചത് റോമൻ ആണികളല്ല. റോമൻ ആണികളായിരുന്നെങ്കിൽ ഊരി വരാൻ എളുപ്പമായിരുന്നു. എന്നാൽ രക്ഷിതാവിനെ ക്രൂശോട് ചേർത്ത് നിർത്തിയത് മാനവവർഗത്തോടുള്ള തന്റെ സ്നേഹമാണ്. ഇന്ന് രാത്രി ഉള്ളൂരിനോട് ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, മാനവകുലത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ മേഖലയാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പിറകിൽ തലയോടിടുമെന്ന ഗോൽഗോഥാ മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട ക്രൂശും ആ ക്രൂശിൽ മരിച്ച യേശുവുമാണ് മാനവവർഗത്തോടുള്ള ദൈവ സ്നേഹത്തിന്റെ ഉജ്ജ്വല വെളിപ്പാടെന്ന് പറയുമ്പോൾ അതരം തുറന്ന അഭിമാനത്തോടെ ഈ പരസ്യ സ്ഥലത്തിന്റെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് കരുത്തുണ്ട്? കരഞ്ഞാൽ ഒന്നുകൂടെ കാണട്ടെ, കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി. അടുത്തൊരു വാചകം കൂടെ പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ ഇത് പ്രസംഗിച്ചതിന് പ്രസക്തി ഇല്ലാതെ വരും. അടുത്തത്, ദൈവം നമ്മെ എന്തിനാണ് സ്നേഹിച്ചത്? വളരെ ഗൗരവമായത് ചിന്തിക്കണം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു.
രണ്ട് കാര്യത്തിനാ ദൈവം നമ്മെ സ്നേഹിച്ചത്. ഒന്ന്, നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചു. നല്ലൊരു ആമേൻ പറഞ്ഞ്. രണ്ട്, നിത്യജീവൻ പ്രാപിക്കാൻ സ്നേഹിച്ചു. എന്താ ഈ നിത്യജീവൻ തരാൻ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലളിതമായി ഏതൊരു കൊച്ചുകുഞ്ഞിനും മനസ്സിലാകുന്നത് പോലെ നിങ്ങൾക്കത് വ്യക്തമാക്കി തരാം. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് അതൊരിക്കലും തീരാത്ത ജീവിതമെന്നാണ്. എന്നാൽ വേദപുസ്തകം സൂക്ഷ്മമായി നാം പഠിച്ചാൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത ജീവിതം എന്ന ആശയമല്ലുള്ളത്. കാരണം സ്വർഗത്തിൽ മാത്രമല്ല ജീവിതം തീരാത്തത്, നരകത്തിലും ജീവിതം തീരുന്നില്ല. രണ്ടും നിത്യമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും നിത്യമാണെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ ജീവൻ എന്താണെന്ന് അറിയണം. ജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ മരണം എന്താണെന്ന് അറിയണം. മരണം എന്ന് പറഞ്ഞാൽ വേർപാടെന്നാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുക എന്ന ആശയമാണ്. വിശുദ്ധ വേദപുസ്തകം 3 ജീവനെ കുറിച്ച് പഠിപ്പിക്കുന്നു, 3 മരണത്തെ കുറിച്ചും പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ ജീവൻ ശാരീരിക ജീവനാണ്. എന്താണ് ശാരീരിക ജീവൻ? മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചിരിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ശാരീരിക ജീവൻ. രണ്ട്, ശാരീരിക മരണം. എന്താ ശാരീരിക മരണം? മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ ആത്മാവും തമ്മിൽ വേർപെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ശാരീരിക മരണം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുക, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. രണ്ട്, ആത്മീക ജീവൻ. എന്താണ് ആത്മീക ജീവൻ? മധ്യശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉള്ളപ്പോൾ, ചിന്താശേഷിയുള്ളപ്പോൾ, രക്തത്തുടിപ്പുകൾ ഉള്ളപ്പോൾ, സുവിശേഷ കേൾവിയാൽ പരിശുദ്ധാത്മ സഹായത്താൽ ഒരുവനിൽ ഉണ്ടാകുന്ന ആത്മീക അനുഭവത്തിന്, വീണ്ടും ജനനത്തിന്, ദൈവവുമായി ഉണ്ടാകുന്ന സജീവമായ സ്നേഹ കൂട്ടായ്മ ബന്ധത്തിന് പറയുന്ന പേരാണ് ആത്മീക ജീവൻ. അത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അതിന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ. ഒരു നല്ല ആമേൻ എന്ന് പറയാം. സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ, കൊമ്പും മുന്തിരി വള്ളിയും എന്ന പോലെ ദൈവത്തെ പിരിയാൻ കഴിയാത്ത, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയാത്ത, കർത്താവിനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യാൻ കഴിയാത്ത, അരുതരുതാത്തതിലേക്ക് കണ്ണു പോകുമ്പോൾ, കാത് പതിയുമ്പോൾ, കാത് എത്തപ്പെടുമ്പോൾ, കയ്യും കാലും ചലിക്കുമ്പോൾ, വികാരങ്ങളും വിചാരങ്ങളും കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ കുതിക്കാൻ സാധ്യതയുള്ളപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കി ദൈവശബ്ദം മുഴങ്ങി കർത്താവിൽ നിന്ന് അകലാൻ കഴിയാതെ ഈ മഹാപാതകം കണ്ടും കേട്ടും ചെയ്തും പ്രവർത്തിച്ചും എനിക്ക് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കാൻ കഴിയില്ല, ദൈവത്തോട് പാപം ചെയ്യാൻ കഴിയില്ല എന്ന ഒരു അനുഭവത്തിൽ സജീവമായ ഊഷ്മളമായ ഒരു സ്നേഹ കൂട്ടായ്മ ബന്ധത്തിൽ ദൈവവുമായി ജീവിക്കാൻ കഴിയുന്ന ഒരനുഭവം ഈ മണ്ണിലുണ്ട്. അതിന് പറയുന്ന പേരാണ് ആത്മീക ജീവൻ. ഇന്ന് രാത്രി സുവിശേഷ ഘോഷണത്തിൽ ഈ രാത്രി അത് കൊതിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവിനെ പിരിയാൻ കഴിയാത്ത, ദൈവ സാന്നിധ്യത്തെ പിരിയാൻ കഴിയാത്ത, വീട്ടിലും നാട്ടിലും ഹോസ്റ്റലിലും എവിടെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും രാത്രിയും പകലും എവിടെയും എപ്പോഴും എന്റെ കർത്താവിനെ പിരിയാൻ കഴിയാതെ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന, ദൈവ സാമീപ്യം അനുഭവിക്കാൻ കഴിയുന്ന, പരിശുദ്ധാത്മാവിന്റെ നിയോഗവും നിയന്ത്രണവും അനുഭവിക്കാൻ കഴിയുന്ന, ദൈവിക നിയന്ത്രണത്തിൽ ജീവിക്കാൻ കഴിയുന്ന, അല്പം കൂടെ കടന്നു പറഞ്ഞ് ലോകത്തെ ജയിക്കാൻ കഴിയുന്ന, പാപത്തെ ജയിക്കാൻ കഴിയുന്ന, ജഡത്തെ ജയിക്കാൻ കഴിയുന്ന, പിശാചിനെ ജയിക്കാൻ കഴിയുന്ന അസാധാരണ ആത്മീക കരുത്തിന് പറയുന്ന പേരാണ് ആത്മീക ജീവൻ. ഇന്ന് രാത്രി അത് കൊതിക്കുന്ന ദൈവമക്കൾ കരമടി ചാത്തനങ്ങൾ തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവ് വന്നത് ജീവനെ തരാൻ മാത്രമല്ല, സമർത്ഥമായ ജീവനെ തരുവാനാകിയാൽ ഇന്ന് രാത്രി ആ സമർത്ഥമായ ആത്മീക ജീവന്റെ വ്യാപാരം ഇതിനകത്ത് പരിശുദ്ധാത്മാവ് പകരട്ടെ. ഏതെങ്കിലും മേഖലയിൽ ഇന്ന് രാത്രി നിങ്ങളെ തകർത്തിരിക്കുന്ന, ലോകത്തെ ജയിക്കാൻ കഴിയാതെ, പാപത്തെ ജയിക്കാൻ കഴിയാതെ, ജഡത്തെ ജയിക്കാൻ കഴിയാതെ, പ്രത്യേക ചില സ്വഭാവ വൈകല്യങ്ങളെ ജയിക്കാൻ കഴിയാതെ, ദൈവവുമായുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട്, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം നഷ്ടപ്പെട്ട്, പ്രാർത്ഥനാ മുറിയിൽ നിന്നും വചന ധ്യാനത്തിൽ നിന്നും നിങ്ങളെ അകറ്റി
ഇന്ന് രാത്രി നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും പൈശാചിക മണ്ഡലങ്ങൾ ഈ രാത്രി ഉയർന്നു നിൽക്കുന്നെങ്കിൽ സമർത്ഥമായ ദൈവിക ജീവന്റെ വ്യാപാരത്താൽ അതിനെ തച്ചുടച്ച് ഇന്ന് രാത്രി പ്രാർത്ഥന പോരാളിയായി ജയാളിയായി വിശുദ്ധനായി ജീവിക്കാൻ കഴിയുന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് അണപൊട്ടി ഒഴുകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് തരട്ടെ. അത് വിശ്വസിക്കുന്ന അഭിഷേകന്മാർ, വിശ്വസിക്കുന്ന ദൈവമക്കൾ തരമടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ദൈവാത്മാവ് പകരട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരോട് ശക്തമായി വിളിച്ചു പറയുന്നു, നാളിതുവരെ നിനക്ക് ജയിക്കാൻ കഴിയാതിരുന്ന, നിനക്ക് വിട്ടുകളയാൻ കഴിയാതെ ഇരുന്ന, ചിലതിനെ വിട്ടുകളയാൻ കഴിയുന്ന, കുടഞ്ഞെറിയാൻ കഴിയുന്ന, ജയിക്കാൻ കഴിയുന്ന, കീഴ്പ്പെടുത്താൻ കഴിയുന്ന, ചിലതിനെ അതിജീവിക്കാൻ കഴിയുന്ന ദൈവ കൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ കർത്താവിന്റെ ആത്മാവ് വചനത്താൽ അയക്കുന്നു. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കരുത്തുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതാണ് ആത്മീക ജീവൻ. രക്തത്തുടിപ്പുകളുള്ളപ്പോൾ സുവിശേഷം കേട്ടിട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ദൈവ അവസരം തന്നിട്ടും ബോധപൂർവം സുവിശേഷ സത്യങ്ങളിൽ നിന്ന് ഒരുവൾ അകന്നു കഴിയുന്ന അനുഭവമാണ് ആത്മീക മരണം. റോയ് ബ്ലെസ്സിംഗ് പാസ്റ്റർ എത്ര ഉപവസിച്ചിട്ടുണ്ടാകും, എത്ര കരഞ്ഞിട്ടുണ്ടാകും, എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. രാത്രിയെ പകലാക്കിയ ദൈവമനുഷ്യൻ ഓടി നടന്നിട്ടില്ലേ? അദ്ദേഹം അനുഭവിച്ച മാനസിക പിരിമുറുക്കം, ഈ യോഗത്തിന്റെ പിറകിൽ എത്ര പണച്ചെലവുണ്ട്, അതിനേക്കാൾ ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. ഇല്ലാത്ത സമയമുണ്ടാക്കി ഇന്ന് രാത്രി നിങ്ങൾ എന്തിനാ ഇവിടെ കടന്നു വന്നത്? ഒറ്റ കാര്യമാണ്, നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ, യോഗം നടത്തുമ്പോൾ ഒരു ഉറപ്പ് നമുക്കുണ്ട്. ഇപ്പോൾ സുവിശേഷത്താൽ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, നാളെയല്ലെങ്കിൽ മറ്റൊരിക്കൽ ആത്മീയ മരണത്തിന്റെ കെട്ടുപൊട്ടിച്ച് ചിലരെ ജീവനിലേക്ക് നടത്താൻ ഇവിടെ മുഴങ്ങുന്ന വചനത്തിന് ശക്തിയുണ്ട്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലികൾ മടങ്ങുന്ന യേശുക്രിസ്തുവിന്റെ വചനത്താൽ ആത്മീക മരണത്തിന്റെ കെട്ടുപൊട്ടി ചിലര് പുറത്തു വരുമെന്ന് ആത്മാവിൽ വിശ്വസിച്ച് എന്നോട് ചേർന്ന് ആധാരം തുറന്നാമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശാരീരിക ജീവൻ, ശാരീരിക മരണം, ആത്മീക ജീവൻ, ആത്മീക മരണം. അടുത്തത് നിത്യജീവൻ. എന്താ നിത്യജീവൻ? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മനുഷ്യനെ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എന്തിനാ സ്വർഗത്തിൽ പോകുന്നേ? അവിടെ സ്വർണ്ണ തെരുവീതി ഉള്ളത് കൊണ്ടാണോ? നമ്മൾ എന്തിനാ സ്വർഗത്തിൽ പോകുന്നേ? അവിടെ വിശുദ്ധന്മാരുടെ, വിശുദ്ധമതികളുടെ ആത്മാക്കൾ ഉള്ളത് കൊണ്ടാണോ? അവിടെ നല്ല സ്ഥലമായത് കൊണ്ടാണോ? ആമേനെന്ന് പറഞ്ഞു. എന്തിനാ സ്വർഗത്തിൽ പോകാൻ? നരകത്തെ പേടിച്ചിട്ടാണോ? അല്ല. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് എന്താ? സ്വർഗത്തിൽ പോകാൻ പൗലോസ് ആഗ്രഹിച്ചത് എന്തിനാ? പൗലോസ് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുന്നു, വിട്ടുപിരിഞ്ഞാൽ, ഒരു നല്ല ആമേനെന്ന് പറയാം, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശു അവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഒരിക്കലും ദൈവത്തെ പിരിയാതെ എന്നേക്കും ദൈവത്തോടൊരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് പൗലോസ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അവസാനം ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ നാം എപ്പോഴും ഒരുമിച്ച് ആദരം തുറന്ന് സ്തോത്രം ചെയ്ത് പറ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇനി ഒരിക്കലും എന്റെ ദൈവത്തെ പിരിയേണ്ടി വരാതെ എന്നേക്കും ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നിത്യജീവൻ. ആ നിത്യജീവൻ തരാനാണ് യേശു ക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്ന് ക്രൂശിൽ മരിച്ച് എന്നെ സ്നേഹിച്ച് എനിക്ക് ഇത്ര വലിയ രക്ഷ സൗജന്യമായി തന്നത്. അതാണ് നിത്യജീവൻ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നിത്യനാശം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നിത്യമരണം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നിത്യ നരകം. നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആശയമെന്ത്? അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം സഹോദരങ്ങളെ. നരകത്തിന് തിരുവെഴുത്ത് കൊടുത്തിരിക്കുന്ന മറുപേരാണ് നിത്യനാശം. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവിന്റെ സജീവ സാന്നിധ്യമാണെങ്കിൽ, നരകത്തെ നരകമാക്കുന്നത് അവിടുത്തെ പുഴുവും കൃമിയും തീയുമൊന്നുമല്ല,
അവിടെ പുഴുവുണ്ട്, കൃമിയുണ്ട്, തീയുണ്ട്. നരകത്തെക്കുറിച്ച് എനിക്ക് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നരകത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ആളില്ലാതെ വരുന്നു. നരകത്തെക്കുറിച്ച് കേൾക്കാനോട്ട് മനുഷ്യർക്കും താല്പര്യമില്ല. ഒരാമേനൊന്ന് സന്തോഷത്തോടെ പറയും അല്ലേ? അതൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ട് എത്ര നാളായി. ഞങ്ങൾക്ക് വല്ലതും തരുന്ന കാര്യം പറ മാസ്റ്ററേ, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ആ ഒരു മനുഷ്യന്റെ ജീവിതം ഒരു നല്ല ആമേന. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാ മാസ്റ്ററേ. ടെൻഷൻ മാറ്റുന്ന വല്ലതും പറ. ടെൻഷൻ ഇടയ്ക്ക് ടെൻഷൻ കൂട്ടുന്ന, ഞങ്ങളുടെ BP സമ്മർദ്ദം കൂട്ടുന്നതൊന്നും പറയാതെ. അപ്പൊ ഈ മനുഷ്യർക്കെല്ലാം സമ്മർദ്ദം ഉള്ളത് കൊണ്ട് സമ്മർദ്ദം ഒഴിവാക്കുന്ന കാര്യം പറയാന്നുള്ളതാണ് ഇന്ന് എല്ലാവരുടെയും ഒരു നല്ല ആമേന്മാർ. അങ്ങനെ മനുഷ്യന്റെ സമ്മർദ്ദം മാറ്റാൻ മാത്രമുള്ള ഒറ്റമൂലി അല്ല സുവിശേഷം. കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നും കാണാത്ത ഒരു നിത്യത നിന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്നും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഗൗരവമായ സമയമാണ് ഈ മണ്ണിലെ ജീവിതമെന്നും കരതീർന്നു പറയാനാ യോഗം ക്രമീകരിച്ചത്. അതിനാ ഞാൻ ഇവിടെ വന്നത്. അത് പറയാൻ നമ്മളെ ഉള്ളൂ. നമ്മളും കൂടെ അത് പറയുന്നില്ലെങ്കിൽ അത് സമൂഹത്തോട് കാണിക്കുന്ന കൊടിയ ചതിയാണെന്ന് തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ സുവിശേഷം യാഥാർത്ഥ്യമായി പറയാൻ എനിക്ക് കൃപ തരണമെന്ന് അതരം തുറന്ന ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? ആ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. നരകം സത്യം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ, നരകം എന്ന യാഥാർത്ഥ്യത്തെ ആധികാരികമായി പറഞ്ഞത് അപ്പോസ്തലന്മാരല്ല, പ്രവാചകന്മാരുമല്ല, സാക്ഷാൽ കർത്താവ്. യേശു പറഞ്ഞതുപോലെ നരകത്തെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. നരകത്തിൽ അവരുടെ പുഴു ചാകുന്നില്ല, നരകത്തിൽ അവരുടെ തീ കെടുന്നില്ല, നരകത്തിൽ അവരെ ഇടുമെന്ന് അവരുടെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് ഇടുമെന്ന് പറഞ്ഞത് കർത്താവ്. ഒരു നല്ല ആമേൻ പറ. നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മറ്റാരെക്കാൾ ആധികാരികമായി പറയാൻ അർഹതയുള്ളത് കർത്താവിന് മാത്രമാണെങ്കിൽ അർഹതയുള്ളവൻ ഗൗരവമായി ആ കാര്യം പറഞ്ഞെങ്കിൽ സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്, നരകം ഒരു യാഥാർത്ഥ്യമാണ്. അത് കെട്ടുകഥയല്ല, ഊഹാപോഹമല്ല. ഇന്ന് രാത്രിയെ തിരിച്ചറിവോട് അധരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവിന്റെ സാന്നിധ്യമാണെങ്കിൽ നരകത്തെ നരകമാക്കുന്നത് ദൈവ സാന്നിധ്യമില്ലായ്മയാണ്. പുഴുവും കൃമിയും തീയുമല്ല. വായിച്ചോളൂ 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 2 തെസ്സലോനി 1:9-10. വായിച്ചോളൂ. രണ്ട് തെസ്സലോനി 1:9-10. രണ്ട് തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം. ധൃതി വെക്കണ്ട, ധൃതി വെച്ച തെറ്റിപ്പോ. അതുകൊണ്ട് ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും, ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടുന്നതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകുവാനും പ്രത്യക്ഷനാകുമ്പോൾ, അടുത്തത് വെളിപ്പെടുമ്പോൾ, അടുത്തത് സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ നരകത്തിന് പറയുന്ന മറുപേരാണ് നിത്യനാശം. ആ നിത്യനാശത്തിന്റെ നരകത്തിന്റെ പ്രത്യേകത എന്താ? കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. നരകത്തിന്റെ ഭയാനകത എന്താണെന്നറിയാമോ? അവിടെ ചെന്നുപെട്ടാൽ ഇനി ഒരിക്കലും അവിടെ നിന്നൊരു മടങ്ങി വരവില്ലാതെ, ഇനി ഒരിക്കലും ദൈവത്തോട് നിരക്കാൻ കഴിയാതെ, അടുക്കാൻ കഴിയാതെ, എന്നേക്കും ഒരു മടങ്ങി വരവിന് അവസരമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന അനുഭവമാണ് നിത്യനാശം, നിത്യനരകം. ആ നിത്യനരകത്തിൽ, ആ നിത്യനാശത്തിൽ മനുഷ്യ നീ നിപതിക്കാതിരിക്കാനാ യേശു ക്രിസ്തു ദൈവ
ദൈവം മനുഷ്യനായി മണ്ണിൽ വന്ന് ക്രൂശിൽ മരിച്ച് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയത്. ആ ഉജ്ജ്വല സ്നേഹത്തിന് സ്തോത്രം എന്ന് പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്? അവരെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാവരും ഇന്ന് രാത്രി ഈ പരസ്യ സ്ഥലത്ത് ഗ്രൗണ്ടിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക.